The Real FM 103.6. ശ്രദ്ധ. റോഡിലും നടപ്പാതകളിലും പൊതുപരിപാടികൾ നടത്തി ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി നേരത്തെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള നിയമസഭയും ഇതിനെതിരെ നിയമം പാസാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് സംഘടനകളുടെയും പരിപാടികൾ റോഡരികിലും മറ്റും നിർബാധം നടക്കുന്നുണ്ട്. നടപടിയെടുക്കേണ്ട പോലീസ് അധികാരികൾ അത്തരം നിയമലംഘനങ്ങൾക്ക് കാഴ്ചക്കാരാകുന്ന സ്ഥിതിയുമുണ്ട്. ഈ അടുത്ത നാളുകളിലായി തലസ്ഥാനത്തും കൊച്ചി നഗരത്തിലുമെല്ലാം ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഇതിന്റെ ഭാഗമായി കോടതി നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും ഉയർന്ന ഉദ്യോഗസ്ഥരും ഇന്നലെ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകുകയുണ്ടായി. റോഡിലല്ല പൊതുയോഗങ്ങളും സമരങ്ങളും നടത്തേണ്ടതെന്ന് നേതാക്കളെ ഓർമ്മിപ്പിച്ച കോടതി സമരങ്ങൾക്ക് കോടതി എതിരല്ലെന്നും എന്നാൽ അത് പൊതുവഴി തടഞ്ഞും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയും നടത്തുന്നത് അനുവദിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം പ്രതികരിക്കുന്നു സാമൂഹ്യ നിരീക്ഷകനും ഹൈക്കോടതി അഭിഭാഷകനുമായ ഹരീഷ് വാസുദേവൻ. വഴി നടക്കാനുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമായിട്ടാണ് വഴി തടഞ്ഞുകൊണ്ട്, സ്റ്റേജ് കെട്ടിക്കൊണ്ട്, റോഡ് കയ്യേറിക്കൊണ്ട്, നടപ്പാത കയ്യേറിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലാത്ത ആളുകളും ചെയ്യുന്ന നിയമലംഘനങ്ങൾ, പരിപാടികളൊക്കെ. അതുകൊണ്ട് തന്നെ നേരത്തെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കാര്യത്തിൽ ഇട്ടിട്ടുള്ള വിധിന്യായവും കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമവും ലംഘിച്ചുകൊണ്ടാണ് നടപ്പാത കയ്യേറിയുള്ള ഇത്തരം നടപടിക്രമങ്ങൾ എന്നുള്ളത് കോടതി പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യുന്നത് പോലീസുകാരുടെ മൗനാനുവാദത്തോടെയാണ് എന്നുള്ളതും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നേരിട്ടാണ് എന്നുള്ളതും ഇത്തവണ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനമെടുക്കുകയും കോടതിയലക്ഷ്യ നടപടികളിൽ പതിവില്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതരായ നേതാക്കളെ കോടതിയിൽ വിളിച്ചു വരുത്തി ഈ കാര്യത്തിൽ കോടതിയലക്ഷ്യ നടപടികൾ, തുടർ നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വാസ്തവത്തിൽ വളരെ ശുഭോദർക്കമായ കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ വഴി തടഞ്ഞുകൊണ്ടും വഴി കയ്യേറിക്കൊണ്ടും റോഡുകൾ കയ്യേറിക്കൊണ്ടും സ്റ്റേജ് വരെ കെട്ടി ഏത് സാധാരണക്കാരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താം എന്ന ഒരു ഹുങ്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മതസ്ഥാപനങ്ങൾക്കും അത്തരം അധികാരം കൈയാളുന്ന ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും സാധാരണക്കാരൻ ഇതിന്റെ ഇരയാണെങ്കിലും അവർക്ക് പ്രതികരിക്കാൻ പറ്റാറില്ല. സാധാരണക്കാരൻ പ്രതികരിച്ചാൽ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും, പ്രത്യേകിച്ച് അധികാരമുള്ള ആളുകളോട്. അതുകൊണ്ട് സാധാരണക്കാരന്റെ ശബ്ദമായി മാറുകയാണ്. ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശം സംരക്ഷിക്കുകയാണ് കേരള ഹൈക്കോടതി ഇതുവഴി ചെയ്യുന്നത്. ഈ കേസ് ഇവിടെ അവസാനിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറിയോട് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് സത്യവാങ്മൂലങ്ങൾ ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിയമം ലംഘിച്ചു എന്ന് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോട് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം കോടതിയിൽ നേരിട്ട് ഹാജരാവുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഈ തുടർ നടപടികൾ, പ്രത്യേകിച്ച് കോടതിയലക്ഷ്യ നടപടി, തീർച്ചയായിട്ടും അതിൽ താഴെയുള്ള ആരും ഈ നിയമം ലംഘിക്കാൻ നാളെ തയ്യാറാവില്ല എന്ന് കരുതാം. നിയമം ലംഘിക്കുന്ന ആളുകൾക്ക് ഇത്തരം നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നത് വളരെ നല്ല കാര്യമാണ്. റോഡിലെ യാത്രക്കാരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പൊതുപരിപാടികൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഈ പ്രശ്നത്തിൽ കോടതി കൈക്കൊള്ളുന്ന നടപടികൾ സ്വാഗതാർഹമാണ്. എന്നാൽ ഈ നടപടികൾക്ക് പൂർണ്ണത ഉറപ്പുവരുത്തണം. സേ നോ ടു ഹർത്താൽ എന്ന സംഘടനയുടെ ജനറൽ കൺവീനർ മനോജ് രവീന്ദ്രൻ. ഞാനൊരു സേ നോ ടു ഹർത്താൽ എന്ന സംഘടനയുടെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾ സംഘടനയും വ്യക്തിപരമായി ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വഴി തടഞ്ഞുള്ള സമരങ്ങൾ, ഹർത്താലുകൾ തുടങ്ങിയിട്ടുള്ള ഈ വശത്തുനിന്ന് നിൽക്കുന്ന ആൾക്കാരുടെ മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞൊരു സാധനം കൂടി അതിനകത്തുണ്ട്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന ആളായിരിക്കാം, ഒരു തിരക്കട്ടൊരു കാര്യത്തിന് പോകുന്നവരായിരിക്കാം. ആ സാധനങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ അപ്പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ ചില അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരിക്കാം. അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാർഗം ആകരുതെന്നേ നമ്മൾ പറയുന്നുള്ളൂ. സമരത്തിനൊന്നും നമ്മൾ നിർത്തുന്നില്ല. പക്ഷെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ലംഘിക്കപ്പെട്ടാലും മാത്രമേ അവർക്ക് അതൊരു സമരമായി മാറും, സമരമായിട്ട് കണക്കാക്കൂ എന്നുള്ള രീതിയിൽ വാശി പിടിച്ചുകൊണ്ടുള്ള സമരമുറകളായിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നത്. അതിലിപ്പോ ഹർത്താൽ എന്ന് പറഞ്ഞ സാധനത്തിന് ഏതാണ്ട്
അറുതി വീണിട്ടുണ്ട്. അപ്പൊ ആ പുതിയ ഇത്തരം വഴി തടഞ്ഞുകൊണ്ടുള്ള പരിപാടികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിധിന്യായങ്ങൾ സ്വാഗതാർഹമാണ്. പക്ഷേ അത് കൃത്യമായ ഒരു നടപടിയിൽ തന്നെ അവസാനിക്കണം. മുൻപ് ഒരു രാഷ്ട്രീയ നേതാവ് ഇതുപോലെ മുൻകൂർ നോട്ടീസ് കൊടുക്കാതെ ഹർത്താൽ നടത്തിയതിന് കോടതിയിൽ വിളിപ്പിക്കുകയും മറ്റും ചെയ്തെങ്കിലും പിന്നെ തുടർന്നെന്തുണ്ടായി എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് പോലും അറിയാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ അത് പാടില്ല. ഇതിന്റെയൊക്കെ എന്താണ് അവസാനം സംഭവിച്ചതെന്ന് പറഞ്ഞ് കൃത്യമായി ശിക്ഷാ നടപടികൾ ഉണ്ടായി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പൊതുജനത്തിനും ഇതുപോലെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് റോട്ടിലിറങ്ങുന്ന കുട്ടിക്കറങ്ങന്മാർക്കോ എല്ലാം ഇത് പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളും മനസ്സിലാകുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വില പോകില്ല, ഇനി മുന്നോട്ട് ഇങ്ങനത്തെ സമരമാർഗങ്ങളുമായിട്ട് പോയിട്ട് കാര്യമില്ല, അതിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് മനസ്സിലായാൽ നേതാക്കന്മാർ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അത് വേണ്ട, നമുക്ക് അത്തരം നടപടികൾ സ്വീകരിക്കേണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ട് അത്തരം സമരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ ഇതിന്റെ തുടർ നടപടികൾ ശക്തമായി മുന്നോട്ട് പോയി കൃത്യമായ ശിക്ഷാ നടപടികളോട് കൂടി അവസാനിക്കേണ്ടതുണ്ട്. മറുവശത്ത് നിൽക്കുന്നവന്റെ മനുഷ്യാവകാശം ലംഘിച്ചുകൊണ്ട് നിങ്ങളുടെ ചില അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രതികരണവും പ്രതിഷേധവുമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അത് പൊതു ഇടങ്ങളിൽ തന്നെ ആയിരിക്കുകയും വേണം. അതേസമയം ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കാതെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും മറ്റും ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകൻ സലീം മടവൂർ. ജനാധിപത്യ രാജ്യങ്ങളിൽ പൊതു സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും നടന്നു വരാറുള്ളത്. അത് അമേരിക്കയിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലായാലും പൊതു ഇടങ്ങളിലാണ് ഇത്തരം സമരങ്ങൾ നടക്കുന്നത്. ഈയിടെ പലസ്തീൻ അനുകൂല റാലികൾ ധാരാളമായി അമേരിക്കയിൽ നടന്നത് നാം കണ്ടതാണ്. അതൊക്കെ പൊതു റോഡുകളിലാണ്, അല്ലെങ്കിൽ അത്തരം മൈതാനങ്ങളിലും മറ്റ് പൊതു ഇടങ്ങളിൽ തന്നെയാണ് അത്തരം സമരങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഈ പൊതു ഇടങ്ങൾ, അതായത് സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലോ അതേപോലെ അനുബന്ധമായ സ്ഥാപനങ്ങൾക്ക് മുമ്പിലോ സമരം നടത്തുന്നതിന് പകരം മറ്റേതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കുറെ മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യണമെന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ സർക്കാർ നേരിട്ട് കേൾക്കണമെങ്കിൽ സർക്കാർ കേന്ദ്രങ്ങളിലേക്കാണ് സമരം ചെയ്യേണ്ടി വരിക. ഭരണകൂടത്തിനെതിരായ സമരം ഭരണകൂടത്തിന്റെ ആസ്ഥാനത്തേക്കാണ് സാധാരണയായി ചെയ്യേണ്ടി വരുന്നത്. പ്രതികരണമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ആ പ്രതികരണം ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് കോടതികൾ ഇടപെട്ടാൽ അത് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തന്നെയാണ് തകർക്കുന്നത്. ജനങ്ങൾക്ക് ശബ്ദിക്കാൻ സാധിക്കണം, പ്രതികരിക്കാൻ സാധിക്കണം, പ്രകടനം നടത്താൻ സാധിക്കണം. എന്നാൽ അത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള സമര പരിപാടികളിൽ നിന്ന് മാറി നിൽക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രകടനത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഫോട്ടോയിൽ കുടുങ്ങണം, ചാനലിൽ പതിയണം എന്നുള്ള നിലക്ക് പലപ്പോഴും ആളുകൾ തള്ളിക്കയറുന്നതും അതേപോലെ തന്നെ സമരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആക്രമണം നടത്തുന്നതും മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പൊതുവെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിൽ നിന്ന് യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മാറണം. പ്രകടനത്തിന്റെ മുന്നിൽ 2, 3, 4 പ്രധാനപ്പെട്ട ആളുകൾ നിന്നുകൊണ്ട് റോഡിന്റെ ഒരു അരികിലൂടെ നടത്തിയാൽ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിലൊക്കെ ഒരു അച്ചടക്കം കാണിക്കണം. വഴി തടയാതെ തന്നെ ഈ സമരങ്ങളൊക്കെ തന്നെ പൊതുനിരത്തുകളിലൂടെ നടത്താൻ സാധിക്കുമോ എന്ന് പഠിക്കേണ്ടതാണ്. അതിനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അങ്ങനെ സമരവും നടക്കണം, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാതിരിക്കാനുള്ള ശ്രമവും നടത്തണം. അതിനുള്ള ക്രിയാത്മകമായ ഇടപെടലാണ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാവേണ്ടത്. സ്വയം തിരുത്തണം. അതോടൊപ്പം തന്നെ കോടതികൾ ഇത്തരം സമരങ്ങളെ ഒരു എതിർപ്പോടുകൂടി കാണുന്ന രീതി അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാൻ. ജനകീയ പ്രചാരണ പരിപാടികളും സമരങ്ങളുമെല്ലാം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. എന്നാൽ അവ പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാവുമ്പോൾ അത് അംഗീകരിക്കാവുന്നതല്ല. നിലവിലുള്ള നിയമങ്ങളും ഹൈക്കോടതി വിധിന്യായങ്ങളും കാറ്റിൽ പറത്തി പൊതുവഴി തടസ്സപ്പെടുത്തി നടത്തുന്ന പരിപാടികൾക്കെതിരെ ഹൈക്കോടതി കൈക്കൊള്ളുന്ന ശക്തമായ നടപടികൾ അത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സഹായിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.